ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ERPNextൻ്റെ പാർട്ട് 4 ആണ്. ഇതിനകത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്ത സൊല്യൂഷൻ നമ്മളത് പബ്ലിക്കലി ആക്സസിബിൾ ആക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ വീട്ടിൽ നമുക്ക് ഡെവലപ്പിംഗ് ഏരിയയാണ് നമ്മൾ കാണിച്ചത്, അതായത് ലോക്കലിൽ നിന്ന് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് നമുക്ക് ആ ഒരു URL കോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ അതെങ്ങനെ മാറ്റണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ സെർവർ ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രൊഡക്ഷനിലേക്ക് ഇതിനെ മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ സെർവർ റൺ ചെയ്യുന്നത് IP അഡ്രസ്സ് വിത്ത് :8000 എന്ന പോർട്ട് വെച്ച് കോൾ ചെയ്താലേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 8000 ഇല്ലാതെ ഒരു URL നെയിമോ അല്ലെങ്കിൽ പബ്ലിക് IP വെച്ച് നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ Nginx റിവേഴ്സ് പ്രോക്സി വെച്ചിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ ഫയൽ ടു രണ്ടൂന്ന് ടൂള് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫയൽ ടു ബാൻ Nginx സൂപ്പർവൈസർ എന്ന സോഫ്റ്റ്വെയറെല്ലാം ഇൻസ്റ്റാൾ ആവും. ഫയൽ ടു ബാൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷനാണ്, അതായത് ബ്രൂട്ട് ഫോഴ്സ് അല്ലെങ്കിൽ മാലിഷ്യസ് ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. Nginx നമുക്ക് റിവേഴ്സ് പ്രോക്സി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് 8000 എന്നുള്ള റിക്വസ്റ്റ് 80 കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, 80 അല്ലെങ്കിൽ 443. സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ടാണ് നമ്മളതിനെ മാനേജ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് റൺ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൂപ്പർവൈസർ എന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ബെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി വേണ്ട. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് സൂപ്പർവൈസർ അങ്ങനെയുള്ള കമാൻഡ് യൂസ് ചെയ്ത് ഇതിനെ എല്ലാം മാനേജ് ചെയ്യുള്ളൂ. Nginx എല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് ഒറ്റയടിക്ക് എല്ലാം റീസ്റ്റാർട്ടായി വന്നോളും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സൂപ്പർവൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് സെർവർ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ERP സെർവറാണ്. അപ്പോൾ നമുക്കത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇൻസ്റ്റാൾ സൂപ്പർവൈസറും Nginx ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റർ അടിക്കുവാണ്. ഞാനപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കും. ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് Frappe ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. Frappe ബെഞ്ച് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ ഒന്നുകൂടി ട്രൈ ആണ്. ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് ആവശ്യമുണ്ട്, Frappe ബെഞ്ച് എന്നാലും ആവശ്യമാണ്. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് അടുത്തത് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. Nginx റണ്ണിങ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. Nginxൻ്റെ വെർഷൻ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അടുത്തത് Nginx റണ്ണിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി PS-EF വെച്ചിട്ട് നമുക്ക് Nginxൻ്റെ ഇപ്പോൾ റണ്ണിങ് ആണോ ഏത് പോർട്ടിലാണ് ലിസൺ ചെയ്തേക്കണതൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ Nginx ഇപ്പോൾ റണ്ണിങ് ആണ്. അടുത്ത നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസും റീസ്റ്റാർട്ട് ചെയ്യാം, എനേബിൾ ചെയ്യാം അങ്ങനെയുള്ള കമാൻഡുകളൊക്കെയാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് സ്റ്റാറ്റസും കൂടി ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അത് ഓൾറെഡി റണ്ണിങ് ആണ്, അതേപോലെ എനേബിൾഡും ആണത്. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റാർട്ട് ആയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡിസേബിൾ ആണെങ്കിൽ അത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കേണ്ടി വരും എപ്പോഴും. അതേപോലെ ഞാനിപ്പോൾ ERPNext എന്ന് പറഞ്ഞ യൂസറിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ഈ Nginxൻ്റെ കോൺഫിഗറേഷൻ ഫയൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ ഞാൻ etc/Nginx എന്ന ഫോൾഡറിനകത്തൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് conf.d എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഫയലും ഇല്ല. അതേപോലെ തന്നെ മെയിനായിട്ടുള്ള കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറഞ്ഞാൽ nginx.conf ആണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോർമലി ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ERPNext സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ഫയൽ നമ്മളവിടെ conf.d കൊണ്ടുവന്ന് ഇടും. അതായിരിക്കും നമുക്ക് പോയിൻ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനകത്തായിരിക്കും നമ്മൾ പോയിൻ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ മെയിൻ കോൺഫിഗറേഷൻ ഫയലാണ് Nginxൻ്റെ. നമ്മൾ ഇതിനകത്തൊന്നും എഡിറ്റൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുവാണ്. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ERPNext എന്ന യൂസറിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം ഫസ്റ്റ് തന്നെ. എന്നിട്ട് നമ്മുടെ പ്രൊജക്റ്റ് എവിടെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ സൈറ്റ് എവിടെയാണ് കിടക്കുന്നത് ആ ഫോൾഡർ പാത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ CD OPT ബ്രഞ്ച് ERP.next എന്നാണ് ഫോൾഡറിൻ്റെ നെയിം. അതിനകത്തേക്ക് ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ERPNext എന്ന് പറഞ്ഞാൽ യൂസറിൻ്റെ ഹോം ഡയറക്ടറിക്കകത്ത് .local/bin എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടെന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഒന്നിൽ നമുക്ക് അത് വെച്ചിട്ട് ആ ടൂൾ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ബെഞ്ച് സെറ്റപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ആ ഫോൾഡറിനകത്ത് .bin എന്ന് പറഞ്ഞ ഫയൽ .local എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് bin എന്ന് പറഞ്ഞ ഡയറക്ടറി വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ആണ്. ERP.next .local എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. അപ്പോൾ .local അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ വന്നിട്ടില്ല, ഷെയർ എന്ന് പറഞ്ഞ ഫോൾഡറാണുള്ളത്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുകയാണ്. ഞാനപ്പോൾ
അടുത്ത കമാൻഡ് sudo bench എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് ഞാൻ പ്രൊഡക്ഷനിലേക്ക് മാറ്റുവാണ്. ERPNext എന്ന് പറഞ്ഞ ബെഞ്ച് നെയിമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ERPNext യൂസറിൻ്റെ പാസ്വേഡ് കൊടുക്കുക. ഇതിന് കുറച്ച് ടൈം എടുക്കും. ഇത് അൻസിബിളൊക്കെ വെച്ചിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യണത്. ഒരുപാട് ടൈം എടുക്കും. നിങ്ങളത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യും. ഇവിടെ എന്തെങ്കിലും എറർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ എറർ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് സോൾവ് ചെയ്യണം. ചിലപ്പോൾ എറർ അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റലേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആ Nginxൻ്റെ കോൺഫിഗറേഷൻ ഫയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ഒരു പുതിയൊരു ഫയൽ വന്നിട്ടുണ്ടാവും. ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ എററൊന്നുമില്ല. അപ്പോൾ ഞാൻ Nginxൻ്റെ ഡയറക്ടറിയിലേക്ക് പോയിട്ട് അവിടെ conf.dക്കകത്തൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നേക്കുന്നത്. 2 പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 8000ഉം 9000ലുമാണ് വർക്ക് ചെയ്യുന്നത്. 9000 സോക്കറ്റ് ഐക്ക് വേണ്ടി, 8000 നോർമൽ ERP ഫ്രാപ്പയ്ക്ക് വേണ്ടി സൈറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ conf.dക്കകത്ത് പോയിട്ട് ആ ഫയൽ ERP ഇത് ലിങ്ക് ചെയ്തേക്കുന്ന ഫയലാണ്. അതിൻ്റെ ആക്ച്വൽ പാത്ത് എന്ന് പറയുന്നത് ERPNext config എന്ന് പറഞ്ഞ ഫയലിൽ നിന്നാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായാലും. പിന്നെ അത് ഫസ്റ്റ് 2 അപ്സ്ട്രീമാണുള്ളത്. ഒന്ന് ERPNext Frappe എന്ന് പറയുന്നത്, അത് 8000ലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ അപ്സ്ട്രീം ERP സോക്കറ്റ് എന്ന് പറഞ്ഞ സെർവർ, അത് 9000ലാണ് വർക്ക് ചെയ്യുന്നത്. താഴത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ നെയിം പറഞ്ഞു കൊടുക്കാം. ലിസൺ ചെയ്യണ സ്ഥലത്ത് നിങ്ങൾക്ക് ഡൊമൈൻ നെയിം പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. അതുപോലെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോക്സി പാത്ത് ഉണ്ട്. അതും ആ മുകളിലതുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രോക്സി പാത്ത് നോക്കിക്കഴിഞ്ഞാൽ സോക്കറ്റൈയുടെ പ്രോക്സി പാത്താണ് ആ കാണുന്നത്. സോക്കറ്റൈയോ ERP-socketI സെർവർ. അതേപോലെ തന്നെ അടുത്ത പ്രോക്സി പാത്താണ് ERP Frappe എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലാണ് ഇതിലാണ് പ്രോക്സി പാത്ത് വർക്ക് ചെയ്യുന്നത്. മീൻസ് ആ 8000ഉം 9000ഉം കോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി 8000 ഇല്ലാതെ ഒന്ന് IP വെച്ചിട്ട് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഫയൽ ടു വാൻ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. Nginx proxy.conf എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതും കൂടി നമുക്ക് വെരിഫൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് സൈറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത നമുക്ക് IP വെച്ചിട്ടൊന്ന് കോൾ ചെയ്യാം. പോർട്ട് 8000 ഇല്ലാതെ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് എടുത്ത് നോക്കുവാണ്. ഇപ്പോൾ കിടക്കുന്നത് IP പോർട്ടാണ്. ഞാനിപ്പോൾ പോർട്ട് നമ്പർ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ കോൾ ചെയ്യുന്നത്. അടിക്കുമ്പോൾ എനിക്ക് സൈറ്റ് വർക്കിംഗ് ആണ്. ലോഗിൻ പേജ് എൻ്റെ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സൂപ്പർവൈസർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഞാൻ sudo സൂപ്പർവൈസർ CTL സ്റ്റോപ്പ് ഓൾ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസും സ്റ്റോപ്പ് ആവും. പിന്നെ അത് കാണാനായിട്ട് പറ്റും നമുക്ക് എന്തൊക്കെ സർവീസാണ് സ്റ്റോപ്പ് ആവുന്നത് നമുക്കിവിടെ അറിയാനായിട്ട് പറ്റും. ERPNextൻ്റെ സോക്കറ്റൈയോ റേഡിയസ് ക്യാഷ്, അതായത് Frappe ഷെഡ്യൂളർ, അങ്ങനെ എല്ലാം. അതായത് ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നമുക്ക് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ ഒന്നും കൂടി പേജ് എടുത്തപ്പോൾ എനിക്ക് സൈറ്റ് കിട്ടുന്നില്ല. അതിൻ്റെ മെയിൻ്റനൻസ് പേജാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എറർ പേജാണ് വന്നിരിക്കുന്നത്. ഞാൻ അപ്പോൾ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി പേജ് ചെക്ക് ചെയ്യുകയാണ്, വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പം എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. ഒന്നുകൂടി റിഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഡാഷ്ബോർഡ് കിട്ടിയിട്ടുണ്ട് സൈറ്റിൻ്റെ. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ കോൾ ചെയ്തിരിക്കുന്നത് IP പോർട്ടില്ലാതെ തന്നെ കോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ പ്രൈവറ്റ് IP ആണ്. ഞാൻ ALB ഇതിൻ്റെ ഫ്രണ്ടിൽ ALB കോൺഫിഗർ ചെയ്തിട്ട് എൻ്റെ ഡൊമൈൻ നെയിമായിട്ട് ഞാൻ പോയിൻ്റ് ചെയ്യാനായിട്ട് പോകണം. അത് അടുത്ത പാർട്ടിലാണ്, Part 5 അത് പറയുന്നത്. നമുക്കതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം.
അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ERPNext എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഈ ഫോൾഡറിൽ പോയാൽ മാത്രമേ ബെഞ്ച് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ കമാൻഡ് വർക്ക് ആവുള്ളൂ. ഞാനിപ്പോൾ CD അടിച്ചിപ്പോൾ ERP എന്ന് പറഞ്ഞ റൂട്ടറിൻ്റെ ഹോം ഡയറക്ടറിയിലേക്ക് ഞാൻ വന്നു. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഈ സൂപ്പർവൈസർ CTL എന്ന് പറഞ്ഞ കമാൻഡ് എവിടെ നിന്ന് വേണമെങ്കിൽ എനിക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ആ പാത്തിലേക്ക് പോകണമെന്നില്ല. അതിനു വേണ്ടിയാണ് സൂപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പും എല്ലാം ചെയ്യാം. ഏതെങ്കിലും ഒരു യൂസറിൽ അല്ലെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞ യൂസറിൽ നിന്നിട്ടോ അല്ലെങ്കിൽ എവിടെ നിന്നിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഫെയിൽ ടു ബാനും Nginxും സൂപ്പർവൈസറിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് എനേബിൾഡ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒന്ന് നോക്കാം. ഈ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എനേബിൾഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് ടൈപ്പ് വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ALB കോൺഫിഗർ ചെയ്തിട്ട് അതിൻ്റെ DNSനെ ഞാൻ എൻ്റെ ഡൊമൈൻ നെയിമായിട്ട് പോയിൻ്റ് ചെയ്യുകയാണ്. അതൊക്കെ അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാർട്ട് 5 പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പാർട്ട് 5 എന്തായാലും കാണുക.